ഇസ്രയേലും ഇറാനും ഒളിയുദ്ധങ്ങൾക്കപ്പുറം നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഇപ്പോൾ കടക്കുകയാണ്. ഇസ്രയേലിന്റെ 12 കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ കപ്പലുകളെ ഇസ്രയേലും ആക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിലുള്ള കൺസ്ട്രക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കാനെത്തിയ IGR ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവൻ ഹുസൈൻ സലാമിയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 14ഓളം ഇറാന്റെ കപ്പലുകളെ, ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന കപ്പലുകളെയാണ് ഇസ്രയേൽ ആക്രമിച്ചത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് അറിയില്ലായിരുന്നു. ആ കാരണത്താൽ അതിനെ തിരിച്ചടിക്കാനുള്ള പ്രയാസമുണ്ടായിരുന്നു. 14ാമതും ആക്രമണം നടക്കുമ്പോഴാണ് ഈ കാര്യം ഇസ്രയേലാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ബോധ്യപ്പെടുന്നത്. അതോടുകൂടെ ഇസ്രായേലിനെതിരെയുള്ള കൗണ്ടർ അറ്റാക്ക് ആരംഭിച്ചു. മാത്രമല്ല ഈ അറ്റാക്ക് 5 കപ്പലുകളെ, അതായത് ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന 5 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതോടുകൂടെ മാപ്പ് പറഞ്ഞ് കാല് പിടിച്ചു വരികയായിരുന്നു ഇസ്രായേൽ. അദ്ദേഹം തന്നെ പറയുന്നു, ഇസ്രായേൽ പറയുന്നു, ഈ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം, ഇനി ഒരിക്കലും യുദ്ധം കപ്പലുകളെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ 12 കപ്പലുകളെ, ഇസ്രായേലിലേക്ക് നീങ്ങുന്ന 12 കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പദ്ധതി തന്നെ ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുകയാണ്. ആരാണ് ചെയ്തത് എന്ന് അറിയാത്ത ഒളിയുദ്ധങ്ങൾ, മറയുദ്ധങ്ങൾ ഇതാണ് ഇസ്രായേൽ നടത്താറുള്ളത്. കാരണം നേരിട്ടുള്ള ആക്രമണങ്ങൾ അത് യുദ്ധത്തിലേക്ക് എത്തിക്കും, അതിന് തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറയുദ്ധങ്ങളാണ് ഇസ്രായേൽ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. നമുക്കറിയാം, ഇറാനിൽ തന്നെ പല ആക്രമണങ്ങളും നടത്തിയെങ്കിലും അതൊന്നും ഇസ്രായേലാണെന്ന് തെളിയിക്കാൻ പോലും ഇറാന് കഴിയാത്ത വിധമുള്ള ആക്രമണങ്ങളായിരുന്നു. എന്നാൽ അവസാനമായി ഇസ്മായിൽ ഹനിയെ ആക്രമിക്കുമ്പോഴും കൊലപ്പെടുത്തുമ്പോഴും ഇത് തന്നെയായിരുന്നു വസ്തുത. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദ് തന്നെയാണ് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇസ്രയേലിനെതിരെയുള്ള ഒരു ആക്രമണത്തിന് ഇപ്പോൾ ഇറാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അനുയോജ്യമായ അവസരങ്ങളാണ് അവർ കാത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ഞങ്ങളുടെ ആ തിരിച്ചടി നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം അതിശക്തവും മാരകവുമായിരിക്കുമെന്ന് ഇപ്പോഴും ഇറാൻ ശക്തമായി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങൾ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങളുമായി യാതൊരു ബന്ധവും ഇതിനില്ല. യഥാർത്ഥത്തിൽ ഈ ഒളിയുദ്ധങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്ന കാര്യം ഒരു വസ്തുതയാണ്. അമേരിക്ക യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു ബി ടീം അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു കോപ്പി ആയിട്ടാണ് ഇസ്രായേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു സെനറ്റ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും തന്നെ ഇസ്രായേലിനെതിരെ വരുന്ന ആക്രമണങ്ങളെ തടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാതിരിക്കാൻ അമേരിക്കക്ക് കഴിയില്ല. കാരണം ഇസ്രായേലിന്റെ സാന്നിധ്യം മിഡിൽ ഈസ്റ്റിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഈ റഷ്യയും ചൈനയുമായിരിക്കും. റഷ്യയും ചൈനയും മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം സ്ഥാപിച്ചാൽ അമേരിക്കയ്ക്ക് എണ്ണ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ ഒരു ഭൂതമായി, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു ഭൂതമായി അങ്ങനെ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും ഇസ്രായേലിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ശക്തിയാണോ അതല്ല അത് ഇസ്രായേലിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നത് മറ്റൊരു കാര്യം. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെതുമല്ലാത്ത ഒന്നും ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ല എന്നതാണ് ഈ യുദ്ധം തെളിയിച്ചിരിക്കുന്നത്. മിസൈലാണെങ്കിലും യുദ്ധവിമാനങ്ങളാണെങ്കിലും പ്രതിരോധ സംവിധാനങ്ങളാണെങ്കിലും ഇതെല്ലാം അമേരിക്ക നിർമ്മിച്ച ആയുധങ്ങളാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഒരു ചെറിയൊരു വിഭാഗത്തോട് പോലും യുദ്ധം ആരംഭിക്കുന്നതോടുകൂടെ അമേരിക്കയിൽ നിന്ന് യഥേഷ്ടം ആയുധം കയറ്റുമതി ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഒരു മാസത്തേക്കുള്ള യുദ്ധം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ആയുധങ്ങളും സജ്ജീകരണങ്ങളും ഇസ്രായേലിനകത്ത് ഇല്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തിയാണ്, ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ശക്തിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആവശ്യമാണ്. കാരണം ഈ അറബ് രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാഷ്ട്രങ്ങളെല്ലാം പേടിപ്പിച്ച് നിർത്തുക, ഇസ്രായേൽ എന്തും ചെയ്യും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി അവരുടെ കാര്യം നേടിയെടുക്കുക എന്നതാണ് ഇതിലൂടെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗസയിൽ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തോടുകൂടെയാണ് ഇസ്രായേലിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത്. എന്താണ് ഇസ്രായേൽ എന്ന് ലോകം മനസ്സിലാക്കുന്നു. ഇസ്രായേലിന്റെ IDF ആരാണെന്ന് ലോകം മനസ്സിലാക്കുന്നു. അതായത് ഒരു ചെറിയ സംഘം പോലും പ്രതിരോധിക്കുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ആയുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ല എന്നത് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല ഇപ്പോൾ 10 മാസം കഴിഞ്ഞിട്ടും ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ ഗസ എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ സ്ട്രിപ്പിൽ ഇപ്പോഴും എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നത് പത്രം വായിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ
നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ലോക പോലീസിന് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ യഥേഷ്ടം ചെയ്യാൻ പറ്റിയ ഒരു സംഘത്തെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സ്ഥാപിച്ചത് തന്നെയാണ് ഇസ്രയേൽ എന്നാണ്. കാരണം അമേരിക്കക്ക് ലോക പോലീസ് എന്ന നിലയിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബി ടീമാണ് ഇത് എന്ന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയും അമേരിക്ക ന്യായീകരിക്കുന്നു. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിനോട് പ്രതികരിക്കുമ്പോഴെല്ലാം അമേരിക്ക ഇസ്രയേലിന്റെ പക്ഷത്ത് വരുന്നു. അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് വരുന്ന നിയമങ്ങൾക്ക് വരെ അമേരിക്ക ഇസ്രയേലിനൊപ്പം നിൽക്കുന്നു. വംശഹത്യ പോലുള്ള അതിഗൗരവമായ കാര്യങ്ങൾ അന്താരാഷ്ട്ര കോടതി ഉയർത്തുമ്പോഴും അമേരിക്ക കാര്യമാക്കാതെ കോടതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു. ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഇത് അമേരിക്ക നിർമ്മിച്ച നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സംഘമായിട്ടാണ് അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്.